മായ വാർത്ത എങ്കിലും അപകടത്തിന്റെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ. ശ്രീ സംഷാദ് മരിക്കാൻ ഇപ്പോൾ സൈന്യം ഏറ്റവും അവസാനമായി 8 മണിക്ക് ശേഷം സൈന്യം വ്യക്തമാക്കുന്നത് 150-ലധികം പേരെ വെള്ളരിമല, മുപ്പിടി, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നിവിടങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ് സൈന്യം ഏറ്റവും അവസാനം പറയുന്നത്. ഈ മുണ്ടക്കൈ മേഖലയിൽ ഒറ്റപ്പെട്ടു പോകാൻ ഇടയുള്ള ആളുകളുടെ ഒരു ബാഹുല്യം എത്രത്തോളമാണ്? അവിടെ അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഒന്ന്, എസ്റ്റേറ്റിലെ ലയങ്ങളുണ്ട്, ലയങ്ങളിൽ നിന്ന് മിസ്സായ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ട്, ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു സാഹചര്യം, ഒറ്റപ്പെട്ട വീടുകൾ, കുറച്ച് ആളുകളെ നമുക്ക് എന്തായാലും നാളെ വലിയ രീതിയിലുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് നടത്തേണ്ടി വരും. വലിയ തെരച്ചിൽ നടത്തേണ്ടി വരും. വലിയ നന്നായി അറിയും. ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമം നാട്ടിലെ മുഴുവൻ മനുഷ്യരും നടത്തുന്നതിനിടയിൽ അങ്ങയുടേത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അവിടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെ അതെ, അപ്പൊ അത് ആർക്കാണെങ്കിൽ അതിൽ എന്താണ് താല്പര്യം എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഈ സമയത്ത് അത് ചെയ്യേണ്ടതല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന നിർദ്ദിഷ്ടമായ ഒരു കാര്യമാണ്. അത് വയനാട്ടിലേക്ക് സഹായം ആവശ്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, നമ്മുടെ ഭരണകർത്താക്കൾ, മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുന്നുണ്ട്. ശ്രീ സംഷാദ് മരിക്കാർ തന്നെ പറയുന്നുണ്ട്, വയനാട്ടിലേക്ക് സഹായം ആവശ്യമുണ്ട്. നമ്മുടെ 2 കൈയും നീട്ടിയുള്ള സഹായം ആവശ്യമുണ്ട് അവിടുത്തെ ജനതയ്ക്ക്. അവർക്കൊന്നുമില്ല, ജീവൻ പാതി കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. താൽക്കാലികമായി തുറന്ന ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, കുടിവെള്ളം ആവശ്യമുണ്ട്, മാറിയെടുക്കാൻ തുണി ആവശ്യമുണ്ട്, മരുന്നുകൾ ആവശ്യമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. നമ്മുടെ സ്നേഹവും കരുതലും നമ്മൾ ഒരുമിച്ചുണ്ട് എന്ന ബോധ്യവും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി നിൽക്കാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഒരു ആയുഷ്കാലത്ത് തിരിച്ച് നേടിയെടുക്കാൻ കഴിയുന്നത് ഒന്നുമല്ല അവരുണ്ടാക്കിയ സ്നേഹവും ബന്ധങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യർ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഇത്തരം നികൃഷ്ട ബുദ്ധി ആരുടെ തലയിൽ നിന്നുണ്ടായതാണ് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകാനേ കഴിയുള്ളൂ. എന്തായാലും ഈ മേഖലയിൽ നിന്ന് വെള്ളരിമേല, മുപ്പിടി, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നിവിടങ്ങളിൽ നിന്ന് ഏതാണ്ട് 150ഓളം പേരെ സൈന്യം എത്തിയതിനു ശേഷം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വ്യോമസേനയുടെ, നാവികസേനയുടെ, ആർമിയുടെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നൊക്കെ NDRFന്റെ, പോലീസിന്റെ, ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തകർ എല്ലാവരും അവിടെ അവനവന്റെ ജീവനും ഒക്കെ ആരോഗ്യവും ഒക്കെ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത്. അത് മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടാണ്, കൂടപ്പിറപ്പുകളോടുള്ള കരുതൽ കൊണ്ടാണ് അവരെല്ലാവരും അത് ചെയ്യുന്നത്. നമുക്കറിയാം, വെള്ളം ഏതു സമയത്തും ഉച്ചയ്ക്ക് ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുമ്പോൾ ഒരു വടം കെട്ടി അപ്പുറത്തേക്ക്, അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് ചൂരൽമലയിൽ നിന്നൊരു വടം കെട്ടി അതിൽ കടന്നുപോയി ഏറ്റവും ചികിത്സ ആവശ്യമുള്ളവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ശ്രമത്തിനിടയിലാണ് വീണ്ടും വെള്ളം വരുന്നു എന്ന വാർത്ത വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഗോകുൽ വെള്ളം വരുന്നുണ്ട്, അവിടെ നിന്ന് മാറി നിൽക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പാലക്കാട് റിപ്പോർട്ടർ ഗോകുൽ VS അവിടേക്ക് എത്തിയ ആൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു ആന്തൽ നമുക്ക് ഓർമ്മയുണ്ട്. എവിടെയാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെന്ന്. അപ്പൊ അത്രയും അവരവിടെ നിൽക്കുന്നുണ്ട്, അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. വിളിച്ചിട്ട് മിണ്ടാത്ത, കേൾക്കാത്ത, പ്രതികരിക്കാത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് വിങ്ങുന്ന ജനതയാണ് വയനാട്ടിലുള്ളത്. അവരുടെ വേദനകൾക്ക് മുകളിലേക്കാണ് നമ്മൾ ഇത്തരം മോശപ്പെട്ട കളി കളിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക മാത്രം ചെയ്തു പോവുക. അവിടെ വയനാട്ടിലുള്ളവർക്ക് സഹായം ആവശ്യമുണ്ട്. ഒരു ദുഷ്ടബുദ്ധികളുടെയും ഒരു പ്രചാരത്തിനും കേരളത്തെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു പോകുന്നു നമ്മൾ ഈ സമയത്ത്. അപ്പൊ അങ്ങനെ വെള്ളം ഈ കെട്ടിയ വടത്തിന് താഴെ ഒരുപക്ഷെ അവനവനെ തന്നെ മുക്കിക്കളയാൻ കഴിയുന്ന തരത്തിൽ മലവെള്ളം വരുമോ എന്ന ആശങ്കയുണ്ടാകുമ്പോഴും നമ്മുടെ സേനാവിഭാഗങ്ങൾ, രക്ഷാപ്രവർത്തകർ ഒക്കെ നടത്തുന്ന ത്യാഗനിർഭരമായ പ്രവർത്തനം നമ്മൾ കൺമുന്നിൽ കണ്ട ഒരു പകൽ കൂടിയാണ് ഇത്. ഷിഹാബിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ഷിഹാബ്, ഈ അവിടുത്തെ വയനാട്ടിലെ യുവജനതയുടെ ഇന്നത്തെ ദിവസത്തെ എടുത്തു പറയാതെ പോകാൻ കഴിയില്ല. രക്ഷാപ്രവർത്തകർ, പരിശീലനം കിട്ടിയ രക്ഷാപ്രവർത്തകരുടെ ചെറിയ സംഘങ്ങൾ മാത്രം ആ സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്ന ഇടത്തും യുവാക്കൾ, പ്രായം മറന്നുകൊണ്ട് മറ്റുള്ളവർ എല്ലാവരും അവിടെ നടത്തിയ